എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലൈറ്റ് ഡാമേജ് ആവുകയാണെങ്കിൽ ലൈറ്റ് മാത്രം നമുക്ക് മാറിയാൽ മതി. ആ പീസ് എങ്ങനെ ഡാമേജ് അതിൻ്റെ കാശ് മൊത്തം ഞാൻ കൊടുക്കേണ്ടി വരും. നമുക്ക് ഇന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വോക്സ്വാഗൻ്റെ ടൈഗോൺ നീന സെറ്റായിട്ട് കിടക്കുന്നത്. ഇവനെയാണ് നമുക്കിന്ന് വർക്ക് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇത് ടൈഗോണിൻ്റെ ബേസ് മോഡൽ വണ്ടിയാണ്. അത് നമ്മുടെ ആലപ്പുഴയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. വണ്ടിയുടെ മറ്റേ ആക്സസറീസ് കാര്യങ്ങളൊന്നും ഫിറ്റിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടൊന്നുമില്ല. നമ്മളാണ് ഫസ്റ്റ് സ്റ്റീരിയോയുടെ ഭാഗം ചെയ്യാൻ വേണ്ടി എത്തിയത്. അത് കഴിഞ്ഞിട്ട് വേണം അവർക്ക് അലോയ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും ഈ വണ്ടി കുറ്റം പറയാൻ പോകുന്നില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാണ്ട് കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടന്ന് അലച്ചത്. നമ്മളൊന്നും പറയാൻ പോകുന്നില്ല. നമ്മൾ ഈ മാറ്റ് ഫിനിഷിനെ കുറിച്ച് ഈ മാസം സംസാരിക്കാനേ പോകുന്നില്ല. നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിസ്റ്റം അങ്ങ് മാറിയിട്ട് അവിടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അങ്ങ് സെറ്റ് ചെയ്യുക. 4GB 64-ൻ്റെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യുക. നമ്മുടെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം നേരത്തെ ഇവിടെ കൊറിയറും കാര്യങ്ങളെല്ലാം എത്തിയിരിപ്പുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന ലോഡിൻ്റെ 5000 4GB 64 വരുന്ന ലോഡിൻ്റെ 5000 എന്ന് പറയുന്ന സിസ്റ്റമാണ്. ഇത് 360 സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ്. നമുക്ക് ഇതിൽ പക്ഷേ റിവേഴ്സ് ക്യാമറ മാത്രമാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് അതിനകത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ കേബിളും കാര്യങ്ങളും ഒക്കെ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. അതൊക്കെ വിട്ടുകളാം, നമുക്ക് നമ്മുടെ പണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. വോക്സാൻ്റെ വണ്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെ ഒരു ക്യാൻവസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്യാൻവസ് എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്യാൻവസ് ആണ്. വോക്സാൻ്റെ പ്രത്യേക ക്യാൻവസ് ആണ്. മറ്റ് വണ്ടിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വോക്സാൻ്റെ വണ്ടികൾ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോക്സാൻ്റെ ആ റിവേഴ്സ് ക്യാമറ കൊടുക്കുന്ന സ്ഥലത്ത് മൊത്തം ഗ്ലാസിൻ്റെ പീസാണ് വരുന്നത്. ഗ്ലാസിൻ്റെ പീസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും നടക്കത്തില്ല. നമ്മളതുകൊണ്ട് സിമ്പിൾ ട്രിക്ക് ഉപയോഗിച്ച് ആ ലൈറ്റ് അടിച്ചിട്ട് ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറ ഫിറ്റ് ചെയ്യും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ലൈറ്റ് ഡാമേജ് ആവുകയാണെങ്കിൽ ലൈറ്റ് മാത്രം നമുക്ക് മാറിയാൽ മതി. ആ പീസ് എങ്ങനെ ഡാമേജ് അതിൻ്റെ കാശ് മൊത്തം ഞാൻ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിളായിട്ട് ആ ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറ ഫിറ്റ് ചെയ്യും. അതാകുമ്പോൾ ആർക്കും കാണത്തുമില്ല, എല്ലാം സെറ്റാകുകയും ചെയ്യും. അങ്ങനെ നമ്മൾ ക്യാമറയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇനിയുള്ള സ്റ്റീരിയോയുടെ ഫോക്ക് അത് സിമ്പിളായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. വോക്സ്വാഗൺ പോലെയുള്ള വണ്ടിയാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത്. നമ്മൾ നമ്മുടെ പരിപാടിയെല്ലാം പടയെന്ന് തീർത്തത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ആ പ്രീമിയം ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ആ ഫിനിഷിങ് ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഈ വ്യത്യാസത്തിൻ്റെ കാര്യം വന്നപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് ഈ സാധനത്ത് ഗ്ലോസി വരുമായിരുന്നെങ്കിൽ നല്ല ഇതായിരിക്കും. ഈ സിസ്റ്റമാണ് നമുക്ക് അതിൽ നിന്ന് അടിച്ചെടുത്തത്. ഇതും അതും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ കാണുന്ന ലുക്കിൽ. അങ്ങനെ നമ്മൾ നമ്മുടെ പണിയെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വണ്ടിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ തിരക്കാൻ നിൽക്കുന്നില്ല. തിരക്കി കളഞ്ഞാൽ വെറുതെ വള്ളി പിടിക്കാന്നുള്ളതേ ഉള്ളൂ. പിന്നെ കൂടുതൽ കാര്യങ്ങളും തിരക്കാതെ നമ്മൾ നമ്മുടെ വാറണ്ടി കാർഡും എടുത്ത് വെച്ച് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു. നമുക്കിനി അടുത്ത വീഡിയോയിൽ അടുത്ത വണ്ടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാത്തത്. ബൈ ബൈ.